ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2 ദിവസം മുന്നേ നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച അമിത്ഷായും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പറ്റിയിട്ട് ഒരു പ്രസ്താവന ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ രണ്ടും പറഞ്ഞ ഒരേ കാര്യമാണ്. എഗെയിൻ മോദി തന്നെ അല്ലെങ്കിൽ BJP തന്നെ പവറിൽ വരികയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ പറക്കും, ഇതാണ് അവസാനത്തെ ഓപ്പർച്യൂണിറ്റി മേടിക്കാനുള്ളത്. ഈ ടൈപ്പിലുള്ള സംസാരമാണ് രണ്ടുപേരും നടത്തിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവർ പറയുന്നത് കേട്ട് നമ്മൾ സ്റ്റോക്കുകൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ടോ? ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നൊരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് കൂടെയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി നമ്മുടെ ഈ വ്ളോഗ് വഴിയിട്ടാണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വ്ളോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് www.investorthings.com എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. എനിവേ, ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും ഈ ഒരു വ്ളോഗ് വിസിറ്റ് ചെയ്യാനും അതേ കണക്ക് തന്നെ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് ഇതിലൊന്ന് ജോയിൻ ചെയ്യാനും കൂടെ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഇനി മുതൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ നടത്തണോ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റുകൾ, ഇപ്പോൾ ഗൂഗിൾ മീറ്റ് പോലെയുള്ള ഇവൻറ്റ് കാര്യങ്ങളൊക്കെ വെക്കണം, എന്തെങ്കിലും ഗീവ് അവേസ് വെക്കണം, അതല്ലെങ്കിൽ നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ഇനി വ്ളോഗ് വഴിയിട്ടായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല, മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇത് കുറച്ചുകൂടെ ഈസി ആക്കി തരുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ വ്ളോഗ് വിസിറ്റ് ചെയ്യാനും അതേ കണക്ക് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇമെയിൽ IDs അതിൽ കൊടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആരെയും നിന്ന് 1 രൂപ പോലും മേടിക്കുന്ന പരിപാടിയൊന്നും അല്ല. എല്ലാവർക്കും തന്നെ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലോട്ട് തന്നെ തിരിച്ചു വരാം. നമ്മൾ ഇന്ന് ടോപ്പിക്കിൽ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊളിറ്റീഷ്യൻസിൻ്റെ ഇതേ കണക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അവരുടെ അഭിപ്രായങ്ങളെ പറ്റിയിട്ടാണ്. നമ്മളിപ്പോൾ US നോക്കുകയാണെങ്കിൽ ട്രംപ് US പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് അവിടുത്തെ മാർക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും എല്ലാം തന്നെ ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് അവർ വരികയും, അതായത് ട്രംപ് വരികയും അതിനുശേഷം മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം US എന്താണെന്ന് നോക്കുകയാണെങ്കിൽ US അകത്ത് ഒരു 30% മേലുള്ള ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 50% പോലെ 80% ആൾക്കാരും ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ റിലേറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ സ്കീം കാര്യങ്ങൾ ഇതൊക്കെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ലിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരുപാട് ഇടിഞ്ഞു പോവുകയാണെങ്കിൽ അത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ മാർക്കറ്റ് ഇടിയാൻ നേരത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകളായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരികയാണെങ്കിൽ നിർമ്മലാ സീതാരാമന് ഇടയ്ക്ക് ഒരു സമയത്ത് ഇതേ കണക്ക് നമ്മുടെ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ഇതുപോലെ പല ടൈപ്പിലുള്ള പ്രസ്താവനകളായിട്ട് വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനും എക്കണോമിയിൽ വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവരെല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനും വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഒരു പ്രസ്താവനകളായിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കാറുള്ളൂ. ആൻഡ് ഇത് എപ്പോഴും നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നോർമലി ഇതുപോലെയുള്ള പ്രസ്താവനകൾ പൊളിറ്റീഷ്യൻസ് നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മോദി അതേ കണക്കിന് അമിത്ഷാ ഇവർ രണ്ടുപേരും ഇറക്കിയിരിക്കുന്ന പ്രസ്താവനകളെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് റിലേറ്റഡ് ആയിട്ട് നടത്തിയിരിക്കുന്ന പ്രസ്താവനയാണ്. അല്ലെങ്കിൽ ഇന്ന ഇവൻറ്റിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് പറക്കും, അല്ലെങ്കിൽ ഇന്ന ഗവൺമെൻറ് ഇരിക്കുമ്പോഴത്തേക്ക് മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയാണ് ഇവർ രണ്ടുപേരും ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്ര കണ്ട് നല്ലൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. കാരണം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കാരണമാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇത്ര കണ്ട് വലിയൊരു റാലി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൊണ്ട് മാത്രമാണ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FII-DIയുടെയൊക്കെ നിങ്ങൾ ബൈ ഡേറ്റ സെൽ ഡേറ്റ എടുത്ത് വെച്ച് നോക്കിയാൽ മാത്രം മതിയാവും. നമ്മുടെ FII എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സെല്ലിംഗ് മോഡലാണ് നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. പക്ഷേ അതേ സമയത്ത് DIs ബൈയിങ് മോഡലാണ് നിൽക്കുന്നത്. DI മണി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങളൊക്കെ വഴിയിട്ട് നമ്മൾ തന്നെ കൊടുക്കുന്നത്. റീറ്റെയിലേഴ്സ് അത് പോരാഞ്ഞിട്ട് റീറ്റെയിലേഴ്സ് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ മേടിക്കുന്ന പൈസ വേറെയുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഏതൊക്കെ സെക്ടേഴ്സാണ് ഇപ്പം പെർഫോം ചെയ്യുന്നത് നമ്മളൊന്ന് നോക്കിയാൽ മാത്രം മതിയാവും. ഇപ്പം മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ IT സെക്ടർ, ബാങ്കിങ് സെക്ടർ, FMCG സെക്ടർ ഇതുപോലുള്ള സെക്ടേഴ്സ് ഒന്നും തന്നെ ഒരു രീതിയിലും പെർഫോം ചെയ്യുന്നില്ല. പെർഫോം ചെയ്യുന്നത് PSU സ്റ്റോക്സുകൾ, അത് കണക്ക് എനർജി സ്റ്റോക്കുകൾ, പിന്നെ ഇൻഫ്രാ റിലേറ്റഡ് സ്റ്റോക്കുകൾ ഇതുപോലുള്ള സ്റ്റോക്കുകളാണ് പെർഫോം ചെയ്യുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക്കൽ സ്റ്റോക്കുകളാണ്. സൈക്ലിക്കൽ സ്റ്റോക്ക് നമ്മൾ എപ്പോഴാണ് മേടിക്കേണ്ടത്? അത് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ മേടിക്കുകയും അതിൻ്റെ ഏറ്റവും ഹൈയോട് അടുക്കുമ്പോഴത്തേക്കും നമ്മൾ വിൽക്കാനുമാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ്
പോയിന്റിൽ, ഹൈ വാല്യുവേഷനിൽ, ഹൈ മാർജിൻസിലൊക്കെ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഇതേ കണക്കുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ പ്രസ്താവനകൾ വരുന്നതും ഇത് കണ്ടുകൊണ്ട് കൂടുതൽ റീറ്റെയിലേഴ്സ് ഇതിൻ്റെ അകത്ത് പോയിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഇനി അവർ അതിൻ്റെ മേളിൽ പെട്ടുപോകാനുള്ള ചാൻസ് കൂടി വരുന്നത്. നമ്മളിത് ഇടയ്ക്കിടയ്ക്കായിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് നിങ്ങൾ പെട്ടുപോകരുത്, ഇത് മേളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ടോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ ഇപ്പോഴും ഓൾ ടൈം ഹൈ അടിച്ച് പുതിയ ഓൾ ടൈം ഹൈസ് ബ്രേക്ക് ചെയ്ത് പൊക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് വരും. മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ നോർമലി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സൈക്കിളിൻ്റെ അപ് ട്രെൻഡിൽ അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് എല്ലാം തന്നെ അതിൻ്റെ അകത്തുള്ള അവസാനത്തെ ബെയറും ഒരു ബുള്ളായിട്ട് ടേൺ ചെയ്യുന്ന സമയത്തായിരിക്കും ആ സൈക്കിൾ ടേൺ ആവുകയോ അല്ലെങ്കിൽ മാർക്കറ്റ് പീക്ക് ചെയ്യുകയോ ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ഒരു മാർക്കറ്റ് ഡൗൺഫോളിൽ പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ ഏറ്റവും മോശം സമയത്ത് നമ്മൾ നോക്കാൻ നേരത്തെല്ലാം തന്നെ അതിൻ്റെ അകത്തുള്ള അവസാനത്തെ ബുള്ളും ഒരു ബെയറായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കായിരിക്കും അത് ബോട്ടം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനാരിയോ നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ അകത്തെല്ലാം തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാം തന്നെ പല ടൈപ്പിലുള്ള സ്റ്റോക്കുകൾ മാറും, സൈക്കിളുകൾ മാറും, എല്ലാം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഹ്യൂമൻ ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു രീതിയിലും മാറത്തില്ല. അത് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ഇമോഷൻസ് വെച്ച് തന്നെ നമുക്ക് ഈ ഒരു സൈക്കിൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഏകദേശം ടോപ്പിലോട്ട് അടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതുകൊണ്ട് മാത്രം കാര്യമല്ല, ഇതിൻ്റെ അകത്ത് വരുന്ന ലിക്വിഡിറ്റി എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഒരു രീതിയിലും മാർക്കറ്റ് ടോപ്പ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ കുറേ ആൾക്കാർ മേടിച്ചു, അതല്ലാതെ ഇനി ആൾക്കാർ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഇവർ മേടിക്കുന്നോ അത്രത്തോളം ഇത് മെയിനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എപ്പോൾ ഇവരുടെ മേടിക്കാൻ വേണ്ടിയിട്ട് ഫർദർ ക്യാഷ് ഇല്ലാതാവുന്നോ അപ്പോഴും മാത്രമേ ഇത് താഴോട്ട് വരുള്ളൂ. ആൻഡ് അത് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും തന്നെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്കിതിൻ്റെ അകത്ത് പേഴ്സണലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റിസ്ക് ഉള്ള ടൈപ്പ് സ്റ്റോക്കുകളിൽ നിന്ന് നമ്മൾ ബെറ്റർ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിവിടെ എല്ലാം തന്നെ നമ്മുടെ റിസ്ക് മിനിമൈസ് ചെയ്യാമെന്നല്ലാതെ നമുക്കിതിൻ്റെ അകത്ത് ഒരിക്കലും നമുക്ക് അപ്സൈഡ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഏറ്റവും ടോപ്പ് വരെ റൈഡ് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മളിവിടെ എല്ലാം തന്നെ നമ്മുടെ റിസ്ക് മാക്സിമം മിനിമൈസ് ചെയ്ത് പോകുക എന്നുള്ള രീതിയിലാണ് നമ്മളെ ഡിസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി യഥാർത്ഥത്തിൽ പൊളിറ്റീഷ്യൻസ് ഇതുപോലെ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഇല്ലീഗൽ ആണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇല്ലീഗൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള കമൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ നടത്താറില്ല. അവർ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ഗൈഡൻസ് ആണ് പറയുന്നത്. ഓവറോൾ മാർക്കറ്റിൻ്റെ ഈ ഒരു ഗൈഡൻസ് നമുക്ക് ഒരിക്കലും തന്നെ അതൊരു റെക്കമെൻഡേഷനായിട്ട് എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവർ ഇല്ലീഗലായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടി വരും. പിന്നെ അതേ കണക്ക് തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ ഇത്രയുണ്ട് വലിയ റിട്ടേൺസ് തന്നതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്ത് മൾട്ടിബാഗർ റിട്ടേൺസിൻ്റെ പോസിബിലിറ്റിയും കൂടെ ഇല്ല നമ്മൾ മനസ്സിലാക്കുക. കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ എക്സാമ്പിളോടെ നോക്കാം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന യൂഫോറിയ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനൽ വഴിയിട്ട് യൂഫോറിയ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റോക്കുകളൊക്കെ ബബിൾ ടെറിട്ടറിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഹൈ വാല്യൂഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഇതിൻ്റെ അകത്ത് റണ്ണപ്പ് നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽ റീസൺസ് കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന സ്റ്റോക്ക്, നമ്മുടെ BHEL എന്ന് പറയുന്ന സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഈ സ്റ്റോക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഇവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നിങ്ങൾ നോക്കുക. അതായത് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ഏകദേശം 1000 കോടി ലെവൽ, 1002 കോടി രൂപ ലെവലിൽ നിന്ന് ഇപ്പം കുറഞ്ഞ് -120 കോടി, അത് 120 കോടിയുടെ നഷ്ടത്തിലോട്ടാണ് സ്റ്റോക്ക് വന്നേക്കുന്നത്. അത് സ്റ്റോക്ക് ആക്ച്വലി ഡീഗ്രോത്ത് ചെയ്യാണ് ഇവിടെ സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മൾ സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഷെയർ പ്രൈസിലോട്ട് വരികയാണെങ്കിൽ ഷെയർ പ്രൈസ് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അകത്ത് 80 രൂപ ലെവലിൽ നിന്ന് 320 രൂപ ലെവലിലോട്ട് ഗ്രോ ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻറ്റൽസ് എല്ലാം തന്നെ മോശമായിട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള ഗ്രോത്ത് വരുന്നില്ല. ലാഭത്തിലായിരുന്ന കമ്പനി നഷ്ടത്തിലോട്ട് പോവുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആൾക്കാർ ഇതിൻ്റെ അകത്ത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ആക്ച്വലി ഡ്രൈവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാക്ടർ മാത്രമാണ്. എന്താണത്? അത് പ്രോഫിറ്റ് ആണോ? അല്ല. അത് മാർക്കറ്റിൻ്റെ അകത്തുള്ള എന്താ പറയുക സെയിൽസ് ഗ്രോത്ത് ആണോ അതല്ലെങ്കിൽ വാല്യുവേഷൻസ് ആണോ? എന്താണ് മാർക്കറ്റിൻ്റെ അകത്ത് ആക്ച്വലി അതിൻ്റെ ഷെയർ പ്രൈസിനെ ഡ്രൈവ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് ഒരേ ഒരു ഫാക്ടർ മാത്രമാണ്. അതായത് ആൾക്കാരിൽ എത്ര രൂപയുണ്ട്, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ഒറ്റ സാധനമാണ് ഈ മാർക്കറ്റുകളെല്ലാം തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. എപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് ഹെവി ആയിട്ട് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും ആ സമയത്തായിരിക്കും ബുൾ മാർക്കറ്റ് നടക്കുന്നത്. എപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് ഹെവി ആയിട്ട് ലിക്വിഡിറ്റി ഡ്രൈ അപ്പ് ആവുന്നുണ്ട് ആ സമയത്തായിരിക്കും ബെയർ മാർക്കറ്റ് നടക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റുകൾ പെർഫോം ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വണ്ട പ്രോഫിറ്റ് ഗ്രോത്തും അല്ലെങ്കിൽ ലോങ് ടൈമിലുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡലും കാര്യങ്ങളൊക്കെ തന്നെ എത്രയാണ്ട് ഡീപ്പായിട്ട് പഠിച്ചാലും അതൊന്നും അല്ല ആക്ച്വലി മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിൽ ക്യാഷ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേറെ 1-2 എക്സാമ്പിളോടെ നോക്കാം. നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്.
ഇത് ജസ്റ്റ് കുറച്ച് സ്ഥലം മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത്, അല്ലാതെ ഇതിൻ്റെ അകത്തൊരു ബിസിനസ് പോലും നടക്കുന്നില്ല. ഈ സ്ഥലത്തിൻ്റെ ആക്ച്വൽ വാല്യൂ ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഇല്ല. സ്റ്റിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ സ്ഥലത്തിൻ്റെ ആക്ച്വലി വാല്യൂ ഇല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർക്ക് നോർമലി മാർക്കറ്റിൻ്റെ അകത്ത് അത്ര ഒരു വാല്യൂഷൻ കിട്ടാറില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം ഒരിടത്ത് കിടപ്പുണ്ട്, അതിൻ്റെ ഒരു കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കുറച്ച് സെക്യൂരിറ്റി ഉണ്ടെന്നല്ലാതെ ആ സ്ഥലം വിറ്റ് ക്യാഷ് ആക്കാനുള്ള പവർ ഇവർക്കില്ല, അതിൻ്റെ അകത്തൊരു ബിസിനസ് നടത്താനുള്ള കേപ്പബിലിറ്റി ഇവർക്കില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആക്ച്വലി അതിൻ്റെ അകത്തൊരു വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും ആ വാല്യൂക്ക് ആക്ച്വലി യൂസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് ഇതിന് ഒരിക്കലും വാല്യൂഷൻ കൊടുക്കാത്തൊരു കമ്പനിയാണ്. ഇവരുടെ നമുക്കിത് ഇതേ സെയിം കാര്യം തന്നെ ഇവരുടെ നമുക്ക് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ഒരു രീതിയിൽ ഒരു സമയത്തും പ്രോഫിറ്റ് ഉണ്ടാക്കാത്തൊരു കമ്പനിയാണ്. അതായത് ഇവരുടെ ചിലവെന്ന് പറയുന്നത് തന്നെ ഈ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചിലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചിലവുകൾ നടത്തി പോകാനുള്ള പൈസ പോലും ആക്ച്വലി കമ്പനിയിൽ ഇല്ലായിരിക്കും. പക്ഷേ എന്നിട്ട് ഇവരുടെ ഷെയർ പ്രൈസ് നോക്കുക, കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അകത്ത് 92 രൂപയിൽ നിന്ന് സ്റ്റോക്ക് പ്രൈസ് ഏകദേശം പോയേക്കുന്നത് 250 രൂപ ലെവലിലാണ് പോയേക്കുന്നത്. ആൻഡ് ഇപ്പം നിൽക്കുന്ന ലെവലാണെങ്കിൽ ഏകദേശം 209 രൂപ ലെവലിലാണ് സ്റ്റോക്ക് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിനാണ് ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ അപ്പാവുന്നത്? ജസ്റ്റ് ആൾക്കാരിൽ പൈസ ഉണ്ട് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്, അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു രീതിയിലുള്ള കഥയുമില്ല. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് SJVN എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഇവരുടെ നമ്മൾ പ്രോഫിറ്റിലോട്ട് വരികയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് നോക്കുക. പ്രോഫിറ്റ് ഏകദേശം 2020 1600 കോടിക്ക് അടുപ്പിച്ച്, അല്ലെങ്കിൽ 2021 നോക്കുകയാണെങ്കിൽ 1650 കോടിക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 868 കോടിയാണ്. ഏകദേശം പ്രോഫിറ്റ് ഹാഫ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് പ്രോഫിറ്റ് നേരെ പകുതി ആയിട്ടുണ്ട്. ഷെയർ പ്രൈസ് എന്നിട്ട് പകുതിയായോ? ഷെയർ പ്രൈസ് ഒരു 25% ഇടിഞ്ഞോ? ഇല്ല. ഷെയർ പ്രൈസ് കഴിഞ്ഞൊരു 3 വർഷത്തെ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 27 രൂപയിൽ നിന്ന് സ്റ്റോക്ക് പ്രൈസ് എത്രയാണ് വന്നേക്കുന്നത്? 146 രൂപയുടെ സ്റ്റോക്ക് പ്രൈസിലോട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഇന്ന് നോക്കുകയാണെങ്കിൽ 147 എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9% സ്റ്റോക്ക് പ്രൈസിൻ്റെ അകത്ത് ഒരു ഹൈ വന്നിട്ടാണ് എത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഹൈ വന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും പൊളിറ്റീഷ്യൻസ് പറയുന്ന ജസ്റ്റ് വാക്ക് കേട്ടുകൊണ്ട് മാത്രം സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിലേഴ്സ് ഇതുപോലുള്ള സ്റ്റോക്കുകൾ ചുമ്മാ പോയി മേടിക്കുകയാണ്. എന്താണ് അതിൻ്റെ അകത്ത് ആ സ്റ്റോക്കിൽ സംഭവിക്കുന്നത്? എന്താണ് അവരുടെ ബിസിനസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഗ്രോത്ത് വരുന്നുണ്ടോ? ഒന്നും നോക്കുന്നില്ല, ചുമ്മാ മേടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ ഷെയർ പ്രൈസുകളൊക്കെ തന്നെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അന്ത്യം വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് റെയിൽവേ സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ്. റീറ്റെയിലേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടെയാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, അതായത് നമ്മുടെ IRFC എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ നമ്മൾ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് നോക്കാം. ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നെറ്റ് പ്രോഫിറ്റിൽ കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കോമ്പൗണ്ടഡ് ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷത്തേക്ക് ഒരു 13% ഗ്രോത്ത് എങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് ബാക്കിയുള്ള കമ്പനീസ്, ഇത്രയും നേരം കണ്ട ബാക്കിയുള്ള കമ്പനീസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഫിനാൻസ് കമ്പനിയാണിത്. അപ്പോൾ ബാക്കിയുള്ള ഫിനാൻസ് കമ്പനികൾ അനലൈസ് ചെയ്യണ കണക്ക് തന്നെ നമ്മൾ ഈ ഫിനാൻസ് കമ്പനീനെ അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മളൊരു ഫിനാൻസ് കമ്പനീനെ അനലൈസ് ചെയ്യുന്നത്? അതിൻ്റെ ROA നോക്കിയിട്ടാണ്, അതായത് റിട്ടേൺ ഓൺ അസറ്റ്സ് നോക്കിയിട്ടാണ്. നമ്മളൊരു കമ്പനിക്ക്, ഫിനാൻസ് കമ്പനിക്ക് എപ്പോഴും വാല്യുവേഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൈസ് ടു ബുക്കിലാണ് കൊടുക്കുന്നത്. ആ പ്രൈസ് ടു ബുക്കിലും ഒരു കമ്പനിക്ക് വാല്യുവേഷൻ കൊടുക്കുന്നത് അവർ എത്ര ഉണ്ട് റിട്ടേൺ ഓൺ അസറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്, അത് മാത്രമല്ല അവർ എത്ര ഉണ്ട് ഗ്രോത്ത് കാഴ്ചവെക്കുന്നുണ്ട്. ഇത്തരം ഫാക്ടേഴ്സ് മാത്രം നോക്കിയിട്ടാണ് ഒരു കമ്പനിക്ക് നമ്മൾ നല്ല വാല്യുവേഷനാണോ മോശം വാല്യുവേഷനാണോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ NBA പോലുള്ള ഫാക്ടേഴ്സ് എക്സ്ട്രാ വരുന്നതായിരിക്കും. ആൻഡ് ഇതൊരു ഗവൺമെൻറ് കമ്പനിയാണ്, ഇവർ കൊടുക്കുന്നത് ഗവൺമെൻറ് പ്രോജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് NBA വരത്തില്ല. പക്ഷേ എന്നിരുന്നാലും ഇവർ കൊണ്ടുവരുന്ന ഈ ഒരു ROA എന്ന് പറയുന്നത് വളരെ ലോ ആണ്. നോർമലി നമ്മളൊരു നല്ല കമ്പനിക്ക് മിനിമം കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 മേളിൽ ROA ഉണ്ടായിരിക്കണം. ഫിനാൻസ് കമ്പനികൾ നമ്മൾ നോർമലി കരുതുന്നത്, അത് ബാങ്കുകളിലൊക്കെയാണ് അത്രയും കരുതുന്നത്. NBFC സെക്ടറിലോട്ട് വരാൻ നേരത്ത് നമ്മൾ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ROA കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും മിനിമം എന്ന് പറയുന്നത് 1.5 ROA എങ്കിലും ഉണ്ടായിരിക്കണം. അത് ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നതല്ല, ഒരിക്കലും ഉണ്ടാകത്തുമില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു എന്താ പറയുക, ലോ കോസ്റ്റ് ആയിട്ട്, അതായത് ഇവരുടെ കസ്റ്റമറിന് ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ ഏറ്റവും ലോ ആയിട്ട് പലിശയ്ക്ക് പൈസ കൊടുക്കുക എന്നുള്ള ബിസിനസ്സിൽ മാത്രമേ ഇവർക്ക് എൻഗേജ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും വളരെ ഹൈ ആയിട്ടുള്ള ROA കാര്യങ്ങളൊന്നും തന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് പ്രൈസ് ടു ബുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും 1 താഴെ ആയിരിക്കും, അല്ലെങ്കിൽ 0.8 റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 ടൈംസിൻ്റെ അടുപ്പിച്ചിട്ട് ഇവരുടെ വാല്യൂഷൻ റീറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് പ്രൈസ് ടു ബുക്ക് 5ൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രണ്ട് വലിയ വാല്യൂഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയിൽ എന്താണ് സംഭവിക്കുന്നത്? 13% പ്രോഫിറ്റ് ഗ്രോത്തോ, അതേ 1.3 റിട്ടേൺ ഓൺ അസറ്റ്സോ, ഈ രീതിയിലൊക്കെ നമ്മൾ ഓരോ കമ്പനികളെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള ഒരു ട്രൂ എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്തൊക്കെ ഈ രീതിയിൽ റണ്ണപ്പ് നടത്തുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ലിക്വിഡിറ്റി ഇതുകൊണ്ട് മാത്രമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു കമ്പനി, നമ്മുടെ BEL, ഇതും റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ എന്താ പറയുക,
എന്താ പറയുക പി റേഷ്യോയുടെ റീ റേറ്റിംഗ് ഒന്ന് നോക്കുക. അതായത് എത്രയാണ് നോർമലി ഇവിടെ ആവറേജ് പി, അതായത് എപ്പോഴും ഇവർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 18 ടൈംസ് 20 ടൈംസ് പി റേഞ്ചിലാണ് ഇവർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കമ്പനി നോക്കുകയാണെങ്കിൽ 50ന്റെ മേലിൽ പിയിലോട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ ഇവർക്ക് ഹൈ പി വന്നിട്ടുണ്ടോ, അതായത് ഒരു 25-30 പിയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടോ, അതിനുശേഷം എല്ലാം തന്നെ ഇതിൻ്റെ അകത്തൊരു പി റീ റേറ്റിംഗ് അല്ലെങ്കിൽ പി ഡീ റേറ്റിംഗ് സംഭവിക്കുന്നുണ്ട്. ഇത് താഴോട്ട് പി വരുന്നതായിരിക്കും. അത് സ്റ്റോക്ക് പ്രൈസ് ഓബിയസ്ലി ഫോളോ ആവുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഈവൻ ദോ ഇവരുടെ ഗ്രോത്ത് വന്നുകൊണ്ടിരുന്നാൽ പോലും ഇത് ഈ ഒരു രീതിയിലുള്ള ഒരു സൈക്ലിക്കൽ മൊമെൻറ്റത്തിലൂടെ ആയിരിക്കും ഈ സ്റ്റോക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ റിവേർഷൻ ടു മീൻ എന്നാണ് പറയുന്നത്. മീൻ എത്രയാണോ, അതായത് ആവറേജ് എത്രയാണോ ഹിസ്റ്റോറിക്കലി, അതിലോട്ട് കമ്പനീസ് തിരിച്ചു വരുന്നതായിരിക്കും. അൺലെസ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മേജർ ചേഞ്ച് സസ്റ്റൈനബിൾ ആയിട്ട് നടക്കുന്നില്ലെങ്കിൽ, ഈ കമ്പനിക്കകത്തൊന്നും തന്നെ ആ രീതിയിലൊരു മേജർ ചേഞ്ച് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. ഇതെല്ലാം തന്നെ PSU സ്റ്റോക്കുകളാണ്. PSU സ്റ്റോക്കുകളെ പറ്റിയിട്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് PSU സ്റ്റോക്കുകൾ എപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്നതെന്നും എന്തുകൊണ്ടാണ് PSU സ്റ്റോക്കുകൾക്ക് കൂടുതൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് അതിനെ കണക്കാക്കാത്തതെന്നും എന്തുകൊണ്ടാണ് അത് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പറയുന്നതിനൊക്കെ പറ്റിയിട്ട് തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഗൈൻ ഈ പോയിന്റുകളൊക്കെ തന്നെ ഒന്നുകൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, നമ്മുടെ RVNL. ഇതും റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊന്നാണ്. ഈ സ്റ്റോക്കിൻ്റെ നമ്മൾ ഗ്രോത്ത് നോക്കാൻ നേരത്ത് വളരെ ഹൈ ആയിട്ടുള്ള എന്താ പറയുക ഷെയർ പ്രൈസിൻ്റെ അകത്തുള്ള ഗ്രോത്താണ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മളിവിടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 16%, 16% പ്രോഫിറ്റ് ഗ്രോത്താണ് നമുക്ക് കഴിഞ്ഞ 3 വർഷത്തിൽ കാണാൻ പറ്റിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 3 വർഷത്തിൻ്റെ അകത്ത് ഇവരുടെ കോമ്പൗണ്ടഡ് CAGR സ്റ്റോക്ക് പ്രൈസിൽ വന്നേക്കുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് 115%. 15% ഗ്രോ ചെയ്യുന്ന കമ്പനിക്ക് 115% ഷെയർ പ്രൈസിൻ്റെ അകത്ത് ഗ്രോത്ത്. നമ്മളിപ്പോൾ IT സെക്ടറിലൊക്കെ പല കമ്പനീസ് നോക്കുക, പല കമ്പനീസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ റൂട്ട് മൊബൈൽ പോലെയുള്ള കമ്പനീസ് നോക്കുക, അവർ 30% ഒക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 30% ഗ്രോ ചെയ്യുന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴോട്ട് പോവുകയും 15% ഗ്രോ ചെയ്യുന്ന കമ്പനി, 16% ഗ്രോ ചെയ്യുന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് 115%, 120% ഒക്കെ വെച്ച് മേളിലോട്ട് പോവുക. ഇത് വെള്ളരിക്ക പട്ടണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആക്ച്വലി ഇങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒറ്റ ഫാക്ടറാണ് മാർക്കറ്റുകളെ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നോക്കാം. നമുക്ക് താഴത്തെ ലെവലിൽ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തൊരു വാല്യൂഷൻ റീ റേറ്റിംഗ് സംഭവിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ടാക്കി നമുക്കിതൊരു ട്രേഡായിട്ട് എടുത്തൊക്കെ കൊണ്ടുപോകാമായിരുന്നു. ടെക്നിക്കലി നമുക്ക് എക്സിറ്റ് കിട്ടുമ്പോഴത്തേക്കും എക്സിറ്റ് എടുക്കാമായിരുന്നു ഒക്കെ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഒരു രീതിയിലും ഫേവറബിൾ അല്ല. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിലും ഒരു രീതിയിലും ഫേവറബിൾ അല്ല. ഇതുപോലെ പൊളിറ്റീഷ്യൻസ് ഈ സ്റ്റോക്കുകളെ പറ്റിയിട്ടൊക്കെ തന്നെ പോസിറ്റീവായിട്ട് വന്ന് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾ അതിലൊക്കെ പോയിട്ട് ട്രാപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഓർക്കുക. കാരണം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കാണ് ഇതെല്ലാം തന്നെ ടോപ്പ് ആവുന്നത്. ഇനി ഈ സ്റ്റോക്കുകളുടെ അകത്തെല്ലാം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള തന്നെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ്റെ എമൗണ്ട് നിങ്ങൾ നോക്കുക. അതായത് 2017 ഏകദേശം 3,83,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത്, ഇത് BHELൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം നോക്കുകയാണെങ്കിൽ 15 ലക്ഷത്തോളം അടുപ്പിച്ച് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഒരു ബിഗ്ഗി അല്ല മേടിച്ച് കൂട്ടുന്നത്, പല ടൈപ്പിൽ റീറ്റെയിലേഴ്സ്, കുറേ ഇഷ്ടം പോലെ റീറ്റെയിലേഴ്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ബിഗ്ഗിയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എണ്ണം കുറഞ്ഞു വരുന്നതായിരിക്കും. അതേ സമയത്ത് റീറ്റെയിലേഴ്സ് ആണ് ഇതിൻ്റെ അക്യുമുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൂടി വരുന്നതായിരിക്കും. നമുക്ക് എപ്പോഴും നല്ല കമ്പനീസ്, താഴത്തെ ലെവലിൽ കിട്ടുന്ന കമ്പനീസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതുകൂടെ നോക്കണം. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഏത് രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ ഹൈ ആയിട്ടുണ്ട്, അതായത് ഒരു 1-2 വർഷം കൊണ്ട് ഡബിളും ത്രിബിളും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിന്നെ ആ സ്റ്റോക്കിൻ്റെ അകത്ത് അത് റീറ്റെയിലേഴ്സിൻ്റെ ഭയങ്കരധികം ഫേമസ് ആയി കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അത്ര കണ്ട് ഹൈയിലോട്ട് അത് പോയിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ നോർമലി ആ സ്റ്റോക്കുകൾ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് വാച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഒരു സ്ക്രീനിങ് ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് ഈ ഒരു ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസിൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ അവിടെ ഏകദേശം 1 ലക്ഷത്തിൽ നിന്നുകൊണ്ട് 1,40,000 പോയിട്ടുണ്ട്. അത് വളരെ ഹൈ ആയിട്ട് പോയിട്ടില്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ എങ്കിലും പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് SJVN ഉറപ്പായിട്ടും വളരെ ഹൈ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. 1 സെക്കൻഡ്, 1,67,000 നിന്ന് 11 ലക്ഷം, 12 ലക്ഷം അടുപ്പിച്ച് അതിൻ്റെ, അതായത് ഏകദേശം 12 ടൈംസ് ആണ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൂടിയിരിക്കുന്നത്. അതായത് മൊത്തം റീറ്റെയിലേഴ്സ് കയറിയെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ, അതായത് IRFC സ്റ്റോക്ക്, IRFCയിലോട്ട് വരാൻ നേരത്ത് ഏകദേശം 13 ലക്ഷത്തിൽ നിന്ന് 45 ലക്ഷത്തിന് മേലിലോട്ടാണ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് പോയേക്കുന്നത്. ഇനി അതേ കണക്ക് തന്നെ നെക്സ്റ്റ് സ്റ്റോക്ക് നമ്മുടെ BL നോക്കുകയാണെങ്കിൽ BL ഉറപ്പായിട്ടും വളരെ കൂടുതലായിരിക്കും. 3.5 ലക്ഷത്തിൽ നിന്ന് 13.5 ലക്ഷത്തിന് മേലിലോട്ടാണ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് പോയിരിക്കുന്നത്. RVNL നോക്കുകയാണെങ്കിലും സെയിം ഒരു സിനാരിയോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. 4 ലക്ഷത്തിൽ നിന്ന് 1 സെക്കൻഡ്, 40 ലക്ഷത്തിൽ നിന്ന്
ഇല്ല സോറി 4 ലക്ഷം തന്നെ, 4 ലക്ഷത്തിൽ നിന്ന് ഓൾമോസ്റ്റ് 18 ലക്ഷത്തിന് മേളിലോട്ടാണ് പോയേക്കുന്നത്. അപ്പം ഇവിടെയും വളരെ ഹൈ ആയിട്ടുള്ളൊരു ഗ്രോത്ത്. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള ഗ്രോത്താണ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്ര കണ്ട് വലിയൊരു ഗ്രോത്ത് ഇവിടെ നടക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് റീറ്റെയിലേഴ്സാണ് മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ അകത്തുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ബിഗ്ഗീസിനെതിരായിട്ട് നമ്മൾ ബെറ്റുകൾ എടുക്കാൻ വേണ്ടി പോകാതിരിക്കുക. ബിഗ്ഗീസ് ആണ് എപ്പോഴും ഒരു ട്രെൻഡ്, എന്താ പറയുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് റൈഡ് ചെയ്യുന്നത്. ബിഗ്ഗീസ് എൻട്രി എടുക്കുമ്പോഴത്തേക്കും കൂടെ എൻട്രി എടുക്കാനും ബിഗ്ഗീസ് എക്സിറ്റ് എടുക്കുമ്പോഴത്തേക്കും കൂടെ എക്സിറ്റ് എടുക്കാനും നമ്മൾ പഠിക്കണം. അതല്ലാതെ റീറ്റെയിലേഴ്സിൻ്റെ ഫുട് പ്രിൻ്റാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതെങ്കിൽ നോർമലി സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ആ സ്റ്റോക്ക് വളരെ വലിയ റിട്ടേൺസ് തന്നതിന് ശേഷമായിരിക്കും നമ്മളെ കയ്യിലോട്ട് അത് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഭയങ്കര വളരെയധികം വോളറ്റൈലായിരിക്കും. നമുക്ക് അതിൻ്റെ അകത്ത് ഒരു രീതിയിലും റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഒരു പ്രത്യേക ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്നു എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അകത്ത് വോളറ്റിലിറ്റി കൂടിയിട്ട് വളരെ ഹൈ ലെവലിലോട്ട് പോകാം, വളരെ ലോ ലെവലിലോട്ട് വരാം. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മേളിലോട്ട് പോകുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ വളരെയധികം വോളറ്റിലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പാറ്റേണിലൂടെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ബെറ്റർ നമ്മൾ ഇതുപോലെയുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വിക്സ് ഇന്ന് ഓൾമോസ്റ്റ് 7% അടുപ്പിച്ച് അപ്പാണ്. വിക്സ് ഓൾമോസ്റ്റ് 22 അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കണ്ട് ഹെവി വിക്സ് നിൽക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ ഇതുപോലുള്ള സമയത്ത് നമ്മൾ അധികം ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം ഹോൾഡ് ചെയ്താൽ മതിയാവും. അതും ആ സ്റ്റോക്കിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ കാര്യങ്ങളൊക്കെ നോക്കി ടെക്നിക്കൽസും ഫണ്ടമെൻ്റൽസും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് മാർക്കറ്റിൻ്റെ ഈ സൈക്കിളിൻ്റെ ഈ ഫേസിൽ ഹോൾഡ് ചെയ്താൽ നമുക്ക് ഓക്കെ ആണെന്നുള്ള ടൈപ്പ് മാത്രം സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്താൽ മതിയാവും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നല്ല സ്റ്റോക്കുകളും എല്ലാ സമയത്തും നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളായിരിക്കത്തില്ല. നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് ഈ ഒരു ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. അപ്പം നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രം നമ്മൾ ഹോൾഡ് ചെയ്താൽ മതിയാവും. അതല്ലാതെ നല്ല കമ്പനിയാണെന്ന് കരുതിയിട്ട് പോലും നമ്മൾ അതിനെ വളരെ കാലത്തേക്ക് ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളാവും ചില പർട്ടിക്കുലർ ടൈം ഫ്രെയിമുകളുണ്ട്. ആ ടൈം ഫ്രെയിമിൽ മാത്രം നമ്മൾ അതിനെ ഹോൾഡ് ചെയ്താൽ മതിയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന മറ്റൊരു കാര്യം കൂടെയാണ്, ഒരു കമ്പനി അതിൻ്റെ 80% റണ്ണപ്പ് നടത്തുന്നത് അതിൻ്റെ 20% ലൈഫ് ടൈമിലാണ്. അപ്പോൾ ആ ഒരു 20% ലൈഫ് ടൈമിലാണ് നമ്മളത് ഹോൾഡ് ചെയ്യേണ്ടതും. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റോക്കിലോട്ട് മാറിപ്പോവേണ്ടതുമാണ്. എന്നാൽ മാത്രമേ ലോങ് ടൈമിൽ നമുക്ക് വളരെ വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേ കണക്കിന് വ്ളോഗ് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മാക്സിമം എല്ലാവരും തന്നെ വ്ളോഗ് വിസിറ്റ് ചെയ്യാനും അതേ കണക്ക് അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് ജോയിൻ ചെയ്യാനും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമായിട്ട് വ്ളോഗ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം, വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യണം, ഫ്രീ ആയിട്ട് ഇതെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് മിക്സോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ആ വെബ്സൈറ്റ് വെച്ചിട്ട് അതൊരു AI വെബ് ബിൽഡറാണ്. ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം തന്നെ ബിൽഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കും അത് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് വ്ളോഗും വെബ്സൈറ്റൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്കി നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടും എന്തെങ്കിലും ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാത്തിനും മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്.